രാജകുമാരന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇപ്പോൾ രാജ്ഞിയും രാജകുമാരനെ കാണുവാനായിട്ട് എത്തുകയാണ്. എങ്കിൽ പോലും രാജകുമാരന്റെ അമ്മയും രാജ്ഞിയെ തടയുന്നു. അതായത് ഈ ഒരു രാജ്ഞി എന്ന് പറയുന്നത് ആ രാജകുമാരന്റെ മുത്തശ്ശിയാണ്. എന്തായാലും രാജ്ഞിനെ അങ്ങനെ തടയുവാനായിട്ടൊന്നും സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ രാജ്ഞി രണ്ടും കൽപ്പിച്ച് രാജകുമാരന്റെ റൂമിലേക്ക് കടക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു രാജകുമാരന്റെ അമ്മയും ഹസ്ബൻഡായിട്ടുള്ള രാജാവിനെയും കൂട്ടിക്കൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. രാജാവ് രാജ്ഞിയായിട്ടുള്ള അമ്മേനെ തടയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും രാജ്ഞി അകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ വാതിലിലൊക്കെ ഒരുപാട് ബ്ലഡ് ഒക്കെ വന്ന് കിടക്കുന്ന ഒരു കാഴ്ച അവരും കാണുകയാണ്. അത് കണ്ട ഉടനെ തന്നെ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു കാഴ്ച കണ്ടതായിട്ട് ഓർക്കുന്ന രാജ്ഞിയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നു. എന്തായാലും രാജാവും വൈഫും കൂടി ചേർന്ന് വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേക്കുമാണ് രാജകുമാരൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അയാളുടെ കയ്യിൽ ചോരയൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നതെന്നും അതുപോലെ തന്നെ രാജകുമാരൻ ഇപ്പോൾ അബോധാവസ്ഥയിലാണ് ഉള്ളതെന്നുമുള്ള കാര്യമെല്ലാം തന്നെ രാജാവും മനസ്സിലാക്കുന്നത്. രാജാവ് പറഞ്ഞത് പ്രകാരം വോണിയുനെ കണ്ട് യൂൺകാപ്പും സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ രാജാവ് പറഞ്ഞ കാര്യം ചെയ്യുവാനായിട്ട് തനിക്ക് സാധിക്കുകയില്ലെന്നും അതൊരു സൂയിസൈഡ് മിഷൻ ആണെന്നുള്ള രീതിക്കായിരുന്നു അയാളും മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് വിജയം കാണുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യൂൺകാപ്പും അയാളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ക്ഷണിക്കുന്നു. യൂറി നേരത്തെ ഒറ്റക്കാലൻ പ്രേതത്തെ പിടിക്കുവാനായിട്ട് പോയതിനിടയ്ക്ക് അവൾ കൊണ്ടുവന്ന ബാഗ് എടുക്കുവാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ യൂൺകാബും അതിനെക്കുറിച്ച് ഇൻസോണിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇൻസോണും ബാഗൊക്കെ അവന് തിരികെ നൽകുകയാണ്. മാത്രല്ല യൂറിയുമായിട്ട് നിനക്ക് എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് ഇൻസോൺ ചോദിക്കുമ്പോഴത്തേക്കും ഞാനും യൂറിയും ഒരേ സ്ഥലത്തേക്കാണ് ജനിച്ചു വളർന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ എനിക്ക് എന്റെ സഹോദരനെ പോലെയാണ് എന്ന് യൂൺകാബും മറുപടി കൊടുക്കുന്നു. ഇപ്പോൾ ഒരാൾ യൂൺകാബിനെ കണ്ട് തിരിച്ചറിഞ്ഞ് അവനോട് സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും യൂൺകാബും അവനെ അറിയുകയില്ല എന്ന് പറഞ്ഞു പോകുന്നു. യൂറി കടയിൽ സാധനം മേടിക്കുവാനായിട്ട് എത്തുന്നുണ്ടെങ്കിൽ പോലും ആ കടയിലെ കടക്കാരിയാകട്ടെ യൂറി ഒരു മന്ത്രവാദിനി ആയതുകൊണ്ട് തന്നെ അവൾക്ക് സാധനമൊക്കെ കൊടുക്കുവാനായിട്ട് വിസമ്മതിക്കുകയാണ്. അതേസമയം അവിടെ ഒരു പ്രേതത്തെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന യൂറിയും അത് ഈ ഒരു കടക്കാരിയുടെ അമ്മായിയമ്മയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ ആത്മാവിന് ശാന്തിയൊന്നും കിട്ടാതെ ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്നുള്ള കാര്യം യൂറിയും അറിയിക്കുകയാണ്. അതൊക്കെ കേട്ട ഉടനെ തന്നെ യൂറിക്ക് അവരും സാധനങ്ങളൊക്കെ നൽകുന്നു. എന്തായാലും യൂറി തന്റെ സ്കിൽസ് ഒക്കെ വെച്ചിട്ട് സാധനങ്ങൾ മേടിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന യൂൺകാബിനും ഒരുപാട് സന്തോഷമൊക്കെ ആകുന്നു. മാത്രല്ല അവനും അവളുടെ അടുത്ത് സംസാരിക്കുവാനായിട്ടും എത്തുകയാണ്. യൂൺകാബിനെ യൂറിയും തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുന്നു. കുട്ടിയായിരിക്കുന്ന യൂറിനെ പല കുട്ടികളും കൂട്ടത്തിലൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവരെല്ലാവരും ചേർന്ന് പഴങ്ങളൊക്കെ പറിക്കുമ്പോഴത്തേക്കും ഒറ്റയ്ക്കിരിക്കുന്ന യൂറിനെ കണ്ടിട്ടുണ്ടായിരുന്ന യൂൺകാബും അവൾക്ക് പഴങ്ങളൊക്കെ പറിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ്. മാത്രല്ല അവനും അവളെ നോക്കി ചിരിച്ചതൊക്കെ അവളുടെ മനസ്സിലും പതിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇപ്പോൾ അവൻ മരത്തിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കുമാണ് അവന്റെ അടുത്തായിട്ട് തന്നെ ആ മരത്തിനെ ചാരി ഗംഗ്ചോരിയും നിൽക്കുന്ന കാഴ്ച അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. ഗംഗ്ചോരി യൂൺകാപ്പിനെ അപായപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവളും തനിക്ക് പഴങ്ങളൊന്നും തന്നെ ആവശ്യമില്ല എന്നും അവനോട് ഇറങ്ങി വരുവാനായിട്ട് പറയുന്നു. പക്ഷെ അവനും പഴങ്ങൾ പറിച്ചിട്ട് ഇറങ്ങി വരികയുള്ളൂ എന്ന് വാശി പിടിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കാറ്റൊക്കെ വന്നിട്ട് അവനും മരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. അപ്പോൾ തന്നെ അവന്റെ കാലിനും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. താൻ ആരുടെ അടുത്ത് ക്ലോസ് ആയിട്ട് പെരുമാറുന്നുവോ അവർക്കെല്ലാം തന്നെ അപകടങ്ങളൊക്കെ വരുത്തി വെക്കുന്നത് ഗംഗ്ചോരിയാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അവളും ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം ഇപ്പോൾ പ്രസന്റ് സീനൊക്കെ കാണിക്കുകയാണ്. അവനും രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നതെന്ന് അറിയിക്കുന്നു. മാത്രമല്ല അവളൊരു മന്ത്രവാദിനിയൊക്കെ ആകുമെന്നായിരുന്നു അവൻ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കണ്ണാടിയൊക്കെ വിൽക്കുന്ന ഒരാളായിട്ട് അവൾ മാറിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ രാജാവിനൊരു കണ്ണടയൊക്കെ ആവശ്യമായിട്ടുണ്ട്. നീയും കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ യൂൺകാബും അവളുടെ അടുത്ത് ചോദിക്കുന്നു. അവളും അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവളുടെ അടുത്തുണ്ടായിരുന്ന ഗംഗ്ചോരിയാകട്ടെ അവളെ അവിടേക്ക് വിടാതിരിക്കുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു സ്ഥലം ഒട്ടും തന്നെ സേഫ് അല്ല. അവിടെ ഒരുപാട് മോഷ്ടാക്കളൊക്കെ ഉണ്ട്. നിന്നെ പോലെ ഒരാള് അവിടെ പോവുകയാണെങ്കിൽ നിന്നെ കൊള്ളക്കാരൊക്കെ പിടിച്ചോണ്ട് പോകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് രീതിയിൽ അവളെ പേടിപ്പിക്കുവാനായിട്ട് നോക്കുകയായിരുന്നു ഗംഗ്ചോരിയും. പക്ഷെ ഗംഗ്ചോരിനെ അവൾക്ക് മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഗംഗ്ചോരി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അവൾക്ക് അതിന് മറുപടി പറയുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അതായത് അവൾ അങ്ങനെ മറുപടി പറയുകയാണെങ്കിൽ അവിടെ മറ്റാരോ ഉണ്ടെന്നുള്ള കാര്യമെല്ലാം തന്നെ യൂൺകാബും മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പട്ടിയൊക്കെ കുരയ്ക്കുന്ന ശബ്ദം താൻ കേൾക്കുന്നുണ്ട് എന്ന രീതിക്ക് മാത്രമായിരുന്നു അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യൂൺകാബും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊട്ടാരത്തിലേക്ക് പോകുന്നതായിരിക്കുമെന്നും ഈ ഒരു തവണയെങ്കിലും നീ എന്റെ കൂടെ വരണമെന്നും അവനും പറയുന്നു. വീട്ടിലെത്തി കഴിയുന്ന യൂറിയും എന്തുകൊണ്ടാണ് കൊട്ടാരത്തിലേക്ക് പോകണ്ട എന്ന രീതിക്ക് കങ്ചോരി പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് അവന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നീ വിചാരിക്കുന്നത് പോലെ യൂൺകാബ് അത്രയ്ക്ക് നല്ല മനുഷ്യനൊന്നുമല്ല. കൊട്ടാരത്തിൽ രാജാവിന് ഒരു കണ്ണടയുടെയും ആവശ്യമില്ല.
അതിനുവേണ്ടി അല്ല നിന്നെ അവൻ കൊണ്ടുപോകുന്നത്. മറിച്ച് അവൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തുവാനായിട്ടാണ് നിന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നുള്ള രീതിക്ക് ഗംചോരിയും മറുപടി കൊടുക്കുന്നു. പക്ഷെ യൂൺകാബിന് തന്റെ അടുത്തൊന്നും ഒന്നും നേടുവാനായിട്ടില്ല എന്ന രീതിക്ക് യൂറി പറയുമ്പോഴത്തേക്കും കൊട്ടാരത്തിൽ ഒരുപാട് പ്രേതങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിന്നെ അവൻ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ഗംചോരി തന്നെ തുറന്നും പറയുന്നു. നിനക്ക് പേടിയായതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തായാലും കുഴപ്പമില്ല. ഞാൻ പോവുകയാണ്. നീ വേണമെങ്കിൽ വന്നാലും മതിയെന്ന് പറഞ്ഞ് അവളും ആകെ വാശി പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. കൂടാതെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും അവളും അവളുടെ മുത്തശ്ശിനെ സ്മരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കൂടാതെ യൂൺകാപ്പ് പണ്ട് മുതലേ തനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നുവെന്നും ആദ്യമായിട്ട് അവനൊരു കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും അത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത തനിക്ക് ഉണ്ടെന്നും അവളും മുത്തശ്ശിയോടായിട്ട് പറയുന്നു. ഈ ഒരു സമയത്ത് അവളും യൂൺകാപ്പും ഒരു കുഞ്ഞുകുട്ടിയും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നതായിട്ടുള്ള ഒരു ഓർമ്മ അവളുടെ മനസ്സിലൂടെയും കടന്നു പോവുകയാണ്. അതൊക്കെ കാണുമ്പോഴത്തേക്കും അവൾക്കും ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നു. നേരത്തെ വോണിയുവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന യൂൺകാപ്പിനെ ഒരാളെ കാണുകയും പിന്നീട് അയാളെ പരിചയമില്ല എന്ന രീതിക്ക് യൂൺകാപ്പ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു വ്യക്തിയുടെ പേര് ക്വാക്ക് എന്നായിരുന്നു. ക്വാക്കും ഇപ്പോൾ ഇതുപോലെ യൂൺകാപ്പിനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുവാനായിട്ട് നേരെ അയാളുടെ അങ്കിളിന്റെ അടുത്തേക്കും ചെല്ലുന്നു. യൂൺകാപ്പ് പോകുന്ന ദിവസമായിരിക്കുകയാണ്. യൂറിയും അവന്റെ കൂടെ പോകുവാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു. കൂടാതെ ഞാൻ ഉറപ്പായിട്ടും നിനക്ക് വേണ്ടി തിരിച്ചെത്തുന്നതായിരിക്കുമെന്ന് ഞാൻ പോയപ്പോൾ തന്നെ വാക്ക് നൽകിയതാണ്. ആ ഒരു വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടായിരുന്നു അവൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അവളും അവന്റെ അടുത്തുള്ള ഇഷ്ടം കാരണം എപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും കങ്ചോരിക്കും അവനെ ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. എന്തായാലും അവർ രണ്ടുപേരും ഒന്നിച്ച് ഒരുപാട് ദൂരമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അവനും ഒരിടത്ത് വീണു പോകുന്നു. അവന്റെ കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടായിരുന്ന അവളും പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ കീറിയിട്ട് അവനും കാല് കെട്ടിക്കൊടുക്കുന്നു. പക്ഷെ ഈ ഒരു സമയത്താണ് യൂൺകാപ്പും ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അവളുടെ നാട്ടിൽ നിന്നും ഇവന് പോകുവാനുള്ള കൊട്ടാരത്തിലേക്ക് എത്തുവാനായിട്ട് 3 ദിവസത്തെ യാത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവർ ഒരേ സ്ഥലത്തൂടെയാണ് വട്ടമിട്ട് നടക്കുന്നത്. നമ്മൾ കൊട്ടാരത്തിൽ എത്താതിരിക്കുവാനായിട്ട് ആരോ ഒരാൾ നമ്മളെ തടയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് അവനും തുറന്നു പറയുന്നു. ഏയ് അതിനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. നമുക്ക് വഴി വല്ലോം തെറ്റിപ്പോയതായിരിക്കും. ഒരു കാര്യം ചെയ്യാം. നിന്റെ കാലിൽ വെക്കുവാനുള്ള മരുന്നൊക്കെ ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് യൂറിയും അവിടെ നിന്നും മാറിയൊക്കെ പോകുന്നു. കൂടാതെ ഗംചോരിയാണ് ഇതുപോലെ അവരെ വട്ടം കറക്കുന്നതെന്നുള്ള കാര്യം എല്ലാം തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളും മാറി നിന്നിട്ട് ഗംചോരിയോട് പുറത്തേക്ക് ഇറങ്ങി വരുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 13 വർഷമായിട്ട് അവളെ ഒരുപാട് ടോർച്ചർ ചെയ്യുകയാണ് ഗംചോരിയും. ഇനിയും താനതിനെ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് അവളും ഒരുപാട് ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം തന്നെ ഗംഗ്ചോരി കാണുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അവന് റിയാക്ട് ചെയ്യാതെ തമാശയായിട്ടൊക്കെയായിരുന്നു അതിനെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ക്വാക്കും ടീമും യൂൺകാപ്പിനെ ലക്ഷ്യമാക്കി വരുന്ന കാഴ്ചയും കൂടി ഗംഗ്ചോരി കാണുന്നു. യഥാർത്ഥത്തിൽ കള്ളമൊക്കെ പറഞ്ഞിട്ടാണല്ലോ യോറിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് യൂൺകാപ്പ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ താൻ അവളെ ചതിക്കുകയായിരുന്നു എന്ന പൂർണ്ണ വിശ്വാസം അവന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ക്വാക്കും ടീമും അവന്റെ മുമ്പിലായിട്ട് വന്നു നിൽക്കുന്നതും. യൂറിയും കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ കാണുകയാണ്. അവളും അത് പറിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. യൂൺകാപ്പിനെ അവർ ഒരുപാട് ഉപദ്രവിക്കുന്നൊക്കെയുണ്ട്. കൂടാതെ രാജാവ് എന്ത് കാര്യമായിരുന്നു വോണിയുടെ അടുത്ത് പറയുവാനായിട്ട് നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അങ്കിളും അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനൊരു മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. കൂടാതെ യൂറി മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ പറിക്കുവാനായിട്ട് പോയതാണല്ലോ. സോ ഈ ഒരു സമയത്ത് അവൾ വരികയാണെങ്കിൽ ഒരു പക്ഷെ അവളും അപകടത്തിലാകുവാനുള്ള സാധ്യത വളരെ വലുതാണെന്നൊക്കെ മനസ്സിലാക്കുന്ന യൂൺകാപ്പും രാജാവ് നൽകിയ ദൗത്യം താൻ പുറത്തു പറയുകയില്ല എന്നും മരിക്കുവാനായിട്ട് പോലും താൻ തയ്യാറാണെന്നും അറിയിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ അങ്കിൾ ക്വാക്കും തന്റെ കയ്യിലുണ്ടായിരുന്ന വാള് വെച്ച് അവനെ കുത്തിക്കൊല്ലുകയാണ്. കൂടാതെ ഇവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും വോണിയോ കൊന്നതാണെന്നുള്ള രീതിക്ക് മാത്രമേ ആൾക്കാർ അതിനെ അറിയുവാനായിട്ട് പാടുള്ളൂ എന്ന് കൂടെയുള്ള ആൾക്കാരുടെ അടുത്തും പറയുന്നു. പക്ഷെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗംഗ്ചോരിയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ യൂൺകാപ്പിന്റെ ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവനും നേരെ യൂൺകാപ്പിന്റെ ബോഡിയിലേക്കും കയറുകയാണ്. അവൻ ആദ്യമായിട്ടായിരുന്നു ഒരു മനുഷ്യ ശരീരത്തിലൊക്കെ കയറുന്നത്. എന്തായാലും യൂൺകാപ്പിന്റെ ബോഡി കൊണ്ടുപോകുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരെ അവനും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നു. യൂറിക്കും ഒരു ആത്മാവിന്റെ പ്രസൻസ് ഒക്കെ അനുഭവപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കെ ആയിരുന്നു അവളും യൂൺകാപ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. യൂൺകാപ്പും ഒരാത്മാവായി മാറിയിരിക്കുന്നു എന്ന സത്യം അവളും മനസ്സിലാക്കുന്നു. കൂടാതെ ഈ ഒരു സമയത്ത് തന്നെ ഗംഗ്ചോരിയും ആ വഴിക്ക് വരുന്നു. യൂൺകാപ്പ് മരണപ്പെട്ടുവെന്നും യൂൺകാപ്പിന്റെ ശരീരത്തിൽ ഗംഗ്ചോരി ഉണ്ട് എന്നും ആദ്യമായി കാണുന്ന സമയത്ത് തന്നെ അവളും മനസ്സിലാക്കുകയാണ്. അവളും കയ്യിൽ ഉണ്ടായിരുന്ന ഗോസ്ബെയിൻ സ്റ്റോൺ ഒക്കെ മുൻപിൽ വെക്കുന്നുണ്ടെങ്കിൽ പോലും ഗംഗ്ചോരി ആകട്ടെ ആ ഒരു സ്റ്റോൺ ഒക്കെ വലിച്ചെറിഞ്ഞു കളയുന്നു. അതും ഒരുപാട് ദൂരത്തേക്കൊക്കെ ആയിട്ടായിരുന്നു വീണിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുതൽ യൂറി തന്റെ സ്വന്തമാണെന്നും അവൻ പറയുന്നു.
പക്ഷേ യൂറിയും ഗംഗ്ചോരിനെ മൊത്തത്തിൽ തെറ്റിദ്ധരിക്കുകയാണ്. ഗംഗ്ചോരി യൂൺകാപ്പിനെ കൊല്ലുകയും അവന്റെ ബോഡി കൈക്കലാക്കിയെന്നുമാണ് യൂറി വിചാരിക്കുന്നത്. മാത്രമല്ല അതിനെക്കുറിച്ചൊക്കെ യൂറി സംസാരിക്കുമ്പോഴത്തേക്കും യൂൺകാപ്പിന്റെ അടുത്ത് തന്നെ സത്യങ്ങൾ തുറന്ന് പറയുവാനായിട്ട് ഗംഗ്ചോരിയും ആവശ്യപ്പെടുന്നു. പക്ഷേ താൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പോലെ മറ്റൊരാൾ സംസാരിക്കുന്നതൊക്കെ കാണുന്ന യൂൺകാപ്പും മൊത്തത്തിൽ സംശയിക്കുകയാണ്. അവനും എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കാതെയൊക്കെ നിൽക്കുന്നു. ഇത്രയും കാലം ഗോസ്റ്റ് ബെൻ സ്റ്റോൺ ഉണ്ടായിരുന്നത് കൊണ്ടാണ് തന്റെ ലക്ഷ്യം ഒന്നും തന്നെ പൂർത്തിയാക്കാതെ പോയതെന്നും ഇപ്പോൾ ആ ഒരു സ്റ്റോൺ അവളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ തന്റെ ലക്ഷ്യം അത് നിറവേറ്റാമെന്നുമാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഗംഗ്ചോരിയും അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അവളുടെ ശരീരത്തിലേക്ക് കയറുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിലവിലുള്ള യൂൺകാബിന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുവാനായിട്ട് അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവനും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നിൽക്കുന്നു. യൂറി മരത്തിൽ കുടുങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്ന കോസ്റ്റ്ബെൻ സ്റ്റോൺ എടുക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഓടി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ഗംഗ്ചോരി തന്റെ പവേഴ്സ് ഒക്കെ വെച്ചിട്ട് ആ ഒരു സ്റ്റോൺ അവിടെ നിന്നും നിലത്തേക്ക് ഇടുന്നു. അത് നേരെ വെള്ളത്തിലേക്കായിരുന്നു വന്ന് വീണിട്ടുണ്ടായിരുന്നത്. ഇനി ഒരിക്കലും ആ ഒരു സ്റ്റോൺ നിനക്ക് കിട്ടുവാനായിട്ട് പോകുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി മുതൽ നീ കേൾക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ്ചോരി നിൽക്കുമ്പോഴത്തേക്കും അവളുടെയും കാല് സ്ലിപ്പായി അവൾ വീഴുവാനായിട്ട് തുടങ്ങുന്നു. അവനും അവളെ പിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കൂടെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് താഴേക്ക് വീഴുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ യൂൺകാപ്പിന്റെ ആത്മാവ് കണ്ട് അവളെ നഷ്ടപ്പെട്ടതോർത്ത് വിഷമിക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.